എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Six of Pentacles, King of Wands, Chariot, Queen of Swords, Chevalier of Pentacles, Four of Pentacles. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആദ്യം തന്നെ 6 of Pentacles എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം ഉദാര മനസ്കരായിരിക്കും. എല്ലാവരോടും ഒത്തിരി ദയവും കാരുണ്യവും സ്നേഹവും ഒക്കെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടാവും. ഇത്തിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ ദയയും ദാക്ഷിണ്യവും സ്നേഹവും മറ്റുള്ളവരെ സഹജീവികളെ സഹായിക്കാം, ഇതിനൊക്കെ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇതൊരു വിനയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അധികം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളൊരു വിങ്ങൽ ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലായിരിക്കും അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടാവും ഇന്ന കാര്യങ്ങൾക്ക് സഹായം ആവശ്യമുള്ളവർ സമീപിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ടാവും. കാരണം ഇത് അബദ്ധങ്ങൾ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ലോകത്ത് നമുക്കറിയാം നാട്ടിൽ എത്ര ആളുകൾക്ക് സഹായഹസ്തം ആവശ്യമുണ്ട് എന്നുള്ളത്. വളരെ പബ്ലിക്കലി അത്രയും ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആളുകൾ നിങ്ങളെ തേടി വരും. അപ്പോൾ അതുപോലെ ആളുകൾ നിങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പിന്നീട് നിങ്ങൾ ഒരു പരിധി വരെയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുള്ളൂ. അത് കിട്ടാതെ വരുമ്പോൾ പല ആളുകളും നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടാവാം. വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്, ഞാൻ ചെന്നിട്ടൊരു സഹായവും കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രൂഫോട് കൂടിയിട്ട് ചെയ്യാം. ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് സഹായത്തിനുള്ള പൈസ വരുന്നത്, എങ്ങനെയാണ് സഹായിക്കുന്നത്, ആരെയാണ് സഹായിക്കുന്നത്, എവിടെ വെച്ച് എന്ത് എത്ര, ഇതൊക്കെ നിങ്ങൾ ഒരു പ്രൂഫായിട്ട് വെക്കേണ്ടുന്ന അനിവാര്യത ആവശ്യമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലയിടങ്ങളിലും എന്തെങ്കിലും പറയുമ്പോൾ പൂർണ്ണ രൂപം പറയാം. ഇപ്പോൾ വന്നാലും ഞാൻ വരുന്ന എല്ലാവർക്കും 100 രൂപ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതിന് പകരം വ്യക്തമായിട്ട് പറയാം ആര് എന്ത് എത്ര എങ്ങനെ ഇപ്പോൾ ഇത്ര വരെയാണ് ബഡ്ജറ്റ്, അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുക. അമിതമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരുണ്യം ഒഴിവാക്കുക. അതും ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും സാമ്പത്തിക സഹായം മറ്റുള്ളവരിലേക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതൊരു വളരെ സൂക്ഷിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെന്തായാലും നിങ്ങളെ മുതലെടുക്കാനായിട്ട് വരുന്നവരുമുണ്ട്. അപ്പോൾ മുതലെടുക്കാൻ വരുന്നവർ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുടുംബത്തിലും നിങ്ങളെ മുതലാക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളാവാം. അത് നിങ്ങളെ മുതലെടുക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കിങ് ഓഫ് വോൺസ് എനർജിയാണ്. സോ ഈ ഒരു എനർജി നിങ്ങൾ വളരെയധികം പേരും പ്രശസ്തിയൊക്കെ നേടി വളരെ ഉയരങ്ങളിൽ എത്താണ്ട ഒരു സാഹചര്യം കൂടിയിട്ടാണ്. ഈ ഒരു പേരും പ്രശസ്തിയൊക്കെ നേടും, മറ്റുള്ളവരെല്ലാം അറിയപ്പെടും. നിങ്ങൾ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യുക, യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വൈറലാവാനുള്ള സാഹചര്യം ഉണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അറിയപ്പെട്ട് തുടങ്ങുമ്പോൾ എപ്പോഴും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചു ചെയ്യുക, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. പൊളിറ്റിക്സിലോ രാഷ്ട്രീയം അല്ലാതെ പിന്നെ സിനിമാ മേഖലയിൽ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ എളുപ്പം പേരെടുക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് നിങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒത്തിരി ആരാധിച്ചിരുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ശരിയായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ളതാണ്. പക്ഷേ ചുറ്റുമുള്ള എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ശരിയായ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇങ്ങനെയുള്ള സോഷ്യലായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ
ഒരു ട്രാൻസ്പെറൻസി, എല്ലാത്തിനും ഒരു സുതാര്യത അനിവാര്യമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റൊക്കെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുക. ജോലിയിലും നല്ല സമയമാണ്. അപ്പോൾ ജോലിയിൽ ശ്രദ്ധ വിട്ടിട്ടാവരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. അതിൽ നല്ലൊരു സമയമായതുകൊണ്ടും നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ മേലധികാരികൾ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ടും വർക്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വർക്ക് വിട്ടിട്ട് ഉള്ള സാമൂഹ്യ പ്രവർത്തനം ഒഴിവാക്കുക. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള സംഘടനകളുടെയോ എന്തിൻ്റെയോ ഒന്നും ഭാഗവക്കാവാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ചെറിയ എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ബഡ്ജറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വാഹനം വാങ്ങിക്കാനുള്ള യോഗമുള്ള സമയമാണ്. അവിടെയും എടുത്തു പറയട്ടെ, നിങ്ങൾ അമിതമായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കാതിരിക്കാം. കാരണം ഇവിടെ നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടാവും, നിങ്ങളത് വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ചില ആളുകൾ പറയുന്ന അഭിപ്രായം, ഇപ്പോൾ നാട്ടിലത്തെ ഒരു രീതിയാണ് എങ്കിൽ ചെറിയൊരു വാഹനമാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ വലിപ്പം ഒക്കെ പറഞ്ഞ് ഈ ഒരു വലിയ വണ്ടി വാങ്ങിക്കുക, അല്ലെങ്കിൽ കാരണം അത് നമ്മൾ ഒരിക്കൽ മാത്രമേ വാങ്ങിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൊരു സംസാരങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത്രയും വലിപ്പമുള്ള വണ്ടികളൊന്നും തന്നെ, വലിപ്പം മാത്രമല്ല ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് ഉള്ള ഉദ്ദേശിക്കുന്നത് വലിപ്പമാണ് പറഞ്ഞത്. അല്ലാതെ ഏത് തരത്തിലായാലും അതിൻ്റെ ബ്രാൻഡിനനുസരിച്ചിട്ടും പല കാര്യങ്ങളനുസരിച്ചിട്ട് അതിന് വില കൂടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആവശ്യം ശരിക്കും എന്താണ് എന്ന് മനസ്സിലാവും. നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ പലരും പല പല ഫീച്ചേഴ്സുള്ള മൊബൈൽ വാങ്ങിക്കും. പക്ഷെ ഈ പറയുന്ന ഒരു ഫീച്ചേഴ്സും ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കാൻ ഒരു സുഖം അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങളൊരു മൊബൈൽ യൂസറാണ്, നിങ്ങൾ എന്താണ് അതിൽ ചെയ്യുന്നത്, അത് ആ കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് മാത്രം മതിയാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ വാഹനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ അനാവശ്യമായിട്ട് പൈസ പൊടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ, ബഡ്ജറ്റ് ചെയ്താൽ അനാവശ്യമായിട്ട് പൈസ കയ്യിൽ നിന്ന് നഷ്ടമാവില്ല. മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. ഇപ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരു കഴിഞ്ഞുപോയ ഒരു ബന്ധം തിരിച്ചു വരുന്നതാണ്. ഈ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം ഇവിടെ ഈ തിരിച്ചു വരുന്ന വ്യക്തി വളരെയധികം ചാമിങ് ആയിരിക്കും, വളരെ എല്ലാവരെയും വാക്കുകളിൽ വീഴ്ത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ബന്ധം അവസാനിപ്പിച്ചത്? ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് തെറ്റിദ്ധാരണകളോ ആണോ? അതോ ഈ ഒരു വ്യക്തിയുടെ ടോക്സിക്, അബ്യൂസീവ്, നർസിസ്റ്റിക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നു എങ്കിൽ ഒരിക്കലും അത് മാറിയിട്ടുണ്ടാവില്ല ഇപ്പോഴും. അപ്പൊ ആ വ്യക്തി തിരിച്ചു വീണ്ടും വന്നിട്ട് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ അതിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ വ്യക്തി വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. രണ്ട്, നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ എത്രയൊക്കെ സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് എങ്കിൽ കൂടിയും വീണ്ടും ഈ വ്യക്തിക്ക് രണ്ടാമതൊരു അവസരം കൊടുക്കാതിരിക്കുക. അത് നമ്മൾ പറയും, നമ്മുടെ കാലിൽ തന്നെ നമ്മൾ കോടാലി കൊണ്ട് വെട്ടുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മനസ്സിന്റെ നിയന്ത്രണത്തിൽ പോവാതെ ബ്രെയിൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് പോവാം. അങ്ങനെ ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോ ഇൻസ്റ്റിങ്ക്റ്റോ വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾ ഈ വ്യക്തിയോടുള്ള സ്നേഹമാണ്. ഓക്കെ, നമ്മൾ കാവലിയർ എനർജിയാണ്. അപ്പം നമ്മൾ ഈ ഒരു എനർജിയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പല ടാരറ്റ് കാർഡ് റീഡേഴ്സും അവർ സ്വന്തമായിട്ട് കാർഡ്സ് റീഡ് ചെയ്യാറില്ല. കാരണം അവരുടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അതുപോലെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ പൊതുവിൽ ആളുകൾ സ്വയം ചെയ്യുമ്പോൾ അത് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ് നിങ്ങളുടെ മൈൻഡ് ആ വ്യക്തിയോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അതേപോലെ കവലിയർ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് ബാലിശമായിരിക്കും. അത് ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും സ്വയം കാര്യങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ ചിന്തിക്കുന്നില്ല പൈസ എവിടെയാണ്, എങ്ങനെയാണ്, എത്രയാണ് ചെലവാക്കുന്നത് എന്നുള്ളത്.
അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമാണ്. അല്ലെങ്കിൽ പൈസ പോകുന്ന വഴിയേ അറിയില്ല. കാരണം അതുപോലെ നിങ്ങൾ ചെലവാക്കാൻ സാധ്യതയുള്ള സമയമാണ്. പിന്നെ ഇമ്മച്യൂർ ആയിട്ടുള്ള തോട്ട്സ്, പക്വത കുറവിലും പക്വതയില്ലാത്ത പൈസ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പക്വത കുറവായിരിക്കും. അപ്പോൾ കരിയറിൽ വളരെയധികം കരിയർ ഓറിയന്റഡ് ഒക്കെ ആയിരിക്കും. നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും കരിയറിൽ ഉയർച്ചയും ഉണ്ടായേക്കാം. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും പൈസയുടെ കാര്യം വരുമ്പോൾ എവിടെ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു കാര്യത്തിൽ മാത്രം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഒത്തിരി ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ള ഒരാളാണെങ്കിൽ ക്രെഡിറ്റിൽ ഒരു പരിധിയൊക്കെ നിശ്ചയിക്കുക. ഇത്ര കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ, അല്ലെങ്കിൽ ഈ ലെവലിൽ കൂടുതൽ ക്രെഡിറ്റ് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ക്രെഡിറ്റ് നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുക. പിന്നെ ഇനി ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന് പറ്റിയൊരു മാസമല്ല. മാത്രമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് ഇച്ചിരി അനാവശ്യ ചെലവുകളാണ്. 4 of Pentacles എനർജിയാണ്. 4 of Pentacles എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സോളിഡ് ഫൗണ്ടേഷൻ, സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കേണ്ടുന്ന അനിവാര്യതയും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ, എക്സ്പെൻസസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റിയും സെക്യൂരിറ്റിയും നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ല, ആദ്യം ഉറച്ചു ഇരുന്നതിന് ശേഷം കാലം നീട്ടുക എന്ന് പറയുന്ന പോലെയാണ്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.